നമുക്ക് ഇന്നൊരു സ്ലീവ്ലെസ് എലൈനേറ്റിയുടെ കട്ടിങ് നോക്കാം. സ്റ്റിച്ചിങ്ങും ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് കട്ടിങ് വീഡിയോ എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യണ വീഡിയോ കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള എലൈനേറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ മുന്നേ ചെയ്ത് വിട്ടുള്ള കസ്റ്റമറുടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അവരുടെ മെഷർമെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് 290-ൻ്റെ നൈറ്റി ബിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇതാ വിടർത്തി ഇതിനെ നമ്മൾ 4ആയിട്ട് മടക്കിയാണ് കേട്ടോ ഇടുന്നത്. ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ നമുക്ക് കാണാമല്ലോ അല്ലേ. ഇതാണ് നമ്മൾ മുറിയാത്ത വശം കേട്ടോ. അതിൻ്റെ തേര് വശമാണേ. ഇതുണ്ടോ തേര് നമ്മൾ 4ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ തേര് വശമാണ് കേട്ടോ ഇവിടെ. നമ്മുടെ സൈഡിൽ മുറിയാത്ത വശമാണ് ഇത്. മുറിയാത്ത വശം നമ്മുടെ ഇതിലും തേര് വശം സൈഡിലോട്ടുമായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മെഷർമെൻറ്റുകൾ മാർക്ക് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് ഒരു XXL എലൈനേറ്റി ആണ് കേട്ടോ. അതായത് സ്ലീവ്ലെസ് ആയിട്ടുള്ള XXL അളവിലുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് വണ്ണം 50 ഇഞ്ച് വരുന്നതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം അവരുടെ ലെങ്ത്ത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് ഒട്ടും കളയാനില്ല. ഫുൾ ലെങ്ത് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് നൈറ്റി ബിറ്റിന് 57 ഇഞ്ച് ഇറക്കേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ലെങ്ത്ത് 55 വേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും കളയാനില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. നമ്മൾ അവർക്ക് നേരത്തെ ഓൾറെഡി ചെയ്തു കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഷോൾഡർ അളവ് നമ്മുടെ അടുത്ത് കിടക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അതായത് കഴുത്തടക്കമാണ് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനത് ആദ്യം മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് ഷോൾഡർ അളവ് മാർക്ക് ചെയ്തു. അതിന് ശേഷം അവർക്ക് സ്ലീവ്ലെസ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ അവരുടെ നേരത്തെ മുന്നേ ചെയ്ത് കൊടുത്തേക്കുന്ന സ്ലീവ്ലെസ്സിൻ്റെ കഷക്കുഴിയുടെ അളവ്, ആം ഹോളിൻ്റെ അളവ് നമ്മൾ 7 ഇഞ്ച് തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ് നമ്മൾ അവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ കഷക്കുഴി നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്ക് അവരുടെ ഷോൾഡറിൻ്റെ അളവ് ഇവിടെ കറക്റ്റായിട്ട് ഒന്നുകൂടെ കൊടുക്കുക. അതായത് ഒരു ബോക്സ് ആക്കാനാണ് നമുക്ക് കഷക്കുഴിയുടെ. ഇവിടെ നമ്മൾ 7 ഇഞ്ച് ഷോൾഡറിൻ്റെ സെയിം അളവ് 7 ഇഞ്ച് നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് അവരുടെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം. അവർക്ക് 50 ഇഞ്ചാണ് വരണേ. അപ്പം നമുക്ക് 4ആയിട്ടാണല്ലോ മെറ്റീരിയൽ നമ്മൾ മടക്കിയിട്ടേക്കണം. അപ്പം 50 ഇഞ്ചിന് നമ്മൾ 4ആയിട്ട് പായിക്കുക. 4ആയിട്ട് പായിക്കുമ്പോൾ 12.5 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പം ചെസ്റ്റ് വണ്ണം നമുക്ക് ഇവിടെ 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ അതിന് 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ അളവും 4ആയിട്ട് തന്നെ വീതിച്ചിട്ട് ഒരു വീതമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 50 ഇഞ്ചിൻ്റെ 4/1 എന്ന് പറയുന്നത് 12.5 അപ്പം നമ്മളിതാ 12.5 ഇവിടെ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ കഷക്കുഴി കൊടുത്തേക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അത് തന്നെ അതാ ഇവിടെ 7 ഇഞ്ച് കൊടുക്കുക കേട്ടോ. അത് തന്നെ കൊടുത്തു. ഇനി നമുക്ക് അതിനൊരു ബോക്സ് ആക്കാം. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ കഷക്കുഴീനെ ഒരു ബോക്സ് ആക്കി കൊടുക്കുക. കഷക്കുഴിന്ന് നമ്മളൊരു ബോക്സ് ആക്കി കൊടുത്തു. ഇനി കഷക്കുഴി നമുക്ക് മാർക്ക് ചെയ്യണം. ഇത് അറിയില്ല തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് ഇങ്ങനെ ഇടുക. അതിന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ദേ ഇവിടെ ഈ കഷക്കുഴിയുടെ ഇപ്പം നമുക്ക് 7 ഇഞ്ചാണുള്ളൂ. അപ്പോൾ ഒരു 3.5 ഇഞ്ച്, ഈ 3.5 ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങളിങ്ങനെ കർവ് പോലെ ഈ 3.5 ഇഞ്ചിൽ കൂടെ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ അറിയാവുന്നവർക്ക് അങ്ങനെ വരുന്നില്ല. നമ്മുടെ കൈപ്പാങ്ങനെ വരച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ച് കഷക്കുഴി വരച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് അവരുടെ ഷേപ്പ് അളവ് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഒരു 14 ഇഞ്ചിലാണ് അവർക്ക് ഷേപ്പ് അളവ് കൊടുക്കുന്നത് കേട്ടോ. 14 ഇഞ്ചാണ് വരണേ. 14 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുത്തു. പിന്നെ നമ്മൾ അവരുടെ സ്ലിറ്റ് ഭാഗം ഇവിടെ ഷേപ്പ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 21 ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ 14 ഇഞ്ചിൽ ഷേപ്പ് വണ്ണം അവർക്ക് നമ്മളിവിടെ 12.5 ചെസ്റ്റ് കൊടുത്ത്. അപ്പം നമ്മൾ 1 ഇഞ്ച് 12.5 1 ഇഞ്ച് കുറച്ച് 11.5 ഇഞ്ചാണ് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ.
നിങ്ങൾക്ക് വണ്ടിയുടെ കുറച്ച് സൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഷോപ്പിനോട് ചേർന്ന് തന്നെ റോഡാണ്, ഹൈവേ ആണ്. അപ്പം അതുകൊണ്ട് വണ്ടികൾ എപ്പം പോകുന്നതുകൊണ്ട് വണ്ടിയുടെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. ഇത് 11.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൊടുത്തു. ഇനി നമുക്ക് അവരുടെ സ്ലിറ്റ് അളവ് കൊടുക്കണം. അത് നമ്മളിവിടെ 12.5 കൊടുത്തെങ്കിൽ അവർക്ക് കുറച്ച് വണ്ണം 12.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അറിയാലോ ഡബിൾ എക്സൽ ആണ്. അപ്പോൾ കുറച്ച് വണ്ണവും വയറും ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ 12.5 കൊടുത്തതിന് 2 ഇഞ്ച് കൂട്ടിയിട്ട്, ചെസ്റ്റ് വണ്ണം 12.5 നമ്മളൊരു സൈഡ് കൊടുത്തു. അപ്പോൾ അതുപോലെ 2 ഇഞ്ച് കൂട്ടി 14.5 ഇഞ്ചാണ് നമ്മൾ സ്ലിറ്റിലോട്ട് കൊടുക്കുന്നത് കേട്ടോ. വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് പെൻസിലിന് ഡബിൾ എക്സൽ ആയതുകൊണ്ട് നമ്മൾ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. വയറ് ഭാഗത്തൊക്കെ കുറച്ച് അഴവ് വരാൻ പരുവത്തിന് ഇവിടെ നമ്മൾ 14.5 ഇഞ്ചാണ് സ്ലിറ്റിയിൽ കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മുന്നേ ചെയ്തു വിട്ടേക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അളവിൽ അവർക്ക് ഓക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അളവിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് വരയ്ക്കാം. ഇതിൽ നിന്ന് നമുക്കിത് സ്ലിറ്റിലോട്ട് വരയ്ക്കുക. ഇനി നമുക്ക് താഴെ ഇതിനറ്റത്തോട്ട് കാണാമല്ലോ അല്ലേ, തേറ്റിയിട്ട് കാണിച്ചു. ഇതാ ഇതിൻ്റെ തുമ്പറ്റത്തോട്ടാണ് നമുക്കിനി വരയ്ക്കേണ്ടത്. ഇറക്കം നമുക്ക് തയ്ച്ച് കഴിയുമ്പോഴാട്ടോ ഞാൻ കുറയ്ക്കുന്നത്. ഇറക്കത്തിനുള്ളത് ഇപ്പം എടുക്കുന്നില്ല. ഇത് ഇവിടെ നമ്മൾ ആ സ്ലിറ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ടേപ്പ് വയ്ക്കുക. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അറ്റം ഇറക്കത്തിൻ്റെ അവിടത്തിലോട്ട് കാണാമോ നിങ്ങൾക്ക്? കാണിച്ചൂടെ വലിച്ചിട്ട് കാണിച്ചത്. ഇതിൻ്റെ അകത്ത് ഒരു തയ്യൽ സ്റ്റിച്ചിന്റെ പാട്. കാരണം വെച്ചാൽ ഡബിൾ എക്സൽ ആകുമ്പോൾ തന്നെ നമുക്ക് അടിവട്ടം ഒട്ടും കുറയരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തയ്യലിനുള്ള ഒരു ഗ്യാപ്പ്, അത്രയും ഒരു സ്റ്റിച്ചിനുള്ള വീതി അവിടെ ഇട്ടിട്ട് ടേപ്പ് വയ്ക്കുക. സ്ലിറ്റയിൽ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് വരയ്ക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി. അതായത് ഇവർക്കൊട്ടും നമുക്ക് വണ്ണം കളയാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇവർ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൈപ്പിംഗ് ആണ് സ്ലീവ്ലെസ്സിൽ കൊടുക്കുന്നത്. അവർക്ക് നെക്കേലും കഷക്കുഴിയുടെ അവിടെ നമ്മൾ സ്ലീവ്ലെസ് വരുന്ന ഭാഗത്ത്, നമ്മൾ ഷോൾഡർ വരുന്ന ഭാഗത്ത് പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിന് മാച്ചിങ് ആയിട്ട് നമ്മളൊരു ക്രീം ഡിസൈൻ വരുന്നതുകൊണ്ട് ഒരു ക്രീം പൈപ്പിംഗ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ മുറിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇവരുടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ അവർക്ക് മുന്നേ ചെയ്തു വിട്ടേക്കുന്നതിന് നെക്ക് ഇച്ചിരി കൂടെ വൈഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നെക്ക് നമ്മൾ ഓൾറെഡി അവർക്ക് 6 നമ്മൾ ചെയ്ത് വിട്ടേ. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ ഫ്രണ്ട് നെക്ക് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു 6.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. പിന്നെ അവർക്ക് ബാക്ക് നെക്ക് നമ്മൾ വിട്ടായിരുന്നത് 4 ഇഞ്ചായിരുന്നു. അപ്പോൾ അത് നമ്മളോട് 1 ഇഞ്ച് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 5 ആക്കി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്കാണിത്, ഇത് ഫ്രണ്ട് നെക്കാണ്. പിന്നെ ഇവരുടെ കഴുത്തിൻ്റെ അകലം നമ്മൾ കൊടുത്തിരുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ അത് നമുക്കിത് എവിടെ മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ ഇവിടെ 5 ഇഞ്ചും 6 ഇഞ്ചും 6.5 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 2.25 ആക്കി മാർക്ക് ചെയ്ത് ഇതിനൊരു ബോക്സ് ആക്കുക. പിന്നെ നമ്മൾ ഇതിനെ ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കഴുത്ത് വരച്ചു കൊടുക്കാം. റൗണ്ടിനൊക്കെയാണ് അവർക്ക് വെറുതെ പ്ലെയിൻ റൗണ്ടാണ് വരുന്നത്. അതിൽ പൈപ്പിംഗ് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്കിന് റൗണ്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് കഷക്കുഴിയുടെ അവിടെ മുറിച്ചെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ ഇതിൻ്റെ ഇവിടെ ഒന്ന് ചെയ്യണം. ഒരു ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഇവിടെ ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ചെറുതായിട്ട് ചെരിവ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ചെരിച്ച് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന്
ബാക്ക് കൈ വേണ്ട. അപ്പം അതുകൊണ്ട് അവർക്ക് നമുക്ക് ബാക്ക് ക്രോസിനുള്ളത് മതി. കയ്യുടെ അറ്റത്ത് നമ്മൾ മറ്റേ ഷോൾഡർ വരുന്ന ഭാഗത്ത് ഇവിടെ നെക്കിന് നമ്മൾ പ്ലെയിൻ വേറെ തുണി കൊണ്ടാണ് പൈപ്പിംഗ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തുണി ബാലൻസ് ആണ്. ഇത് നമുക്ക് ബാക്ക് നെക്കിനുള്ള ക്രോസ് മാത്രം മുറിച്ചെടുത്താൽ മതി. അപ്പം അത് നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ ഇതുകൊണ്ടാണ് കേട്ടോ ക്രോസ് പീസ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് കറക്റ്റ് വീതിയാണ്. നമുക്ക് വെച്ചിട്ട് എളുപ്പമുണ്ട്. നേരെ ഒരു വര വരച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ സ്കെയിലുള്ളവർ അങ്ങനെ ചെയ്യുവാണെന്നെങ്കിൽ കറക്റ്റ് ഒരേ വീതിക്ക് ആ പൈപ്പിങ് കിട്ടും. ക്രോസ് പൈപ്പിങ് കിട്ടും നമുക്ക്. ക്രോസ് പൈപ്പിങ് കിട്ടി. അപ്പം നമുക്ക് അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഷേപ്പ് മാർക്ക് ചെയ്യണം. ഞാനിത് ഫുള്ള് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ തയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് തയ്യലിൻ്റെ ടൈമിൽ എളുപ്പമുണ്ട്. അപ്പം നമുക്കിത് കറക്റ്റ് ആ ചെസ്റ്റ് വണ്ണം ഇവിടെ ഉള്ളിലത്തെ പീസയിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും താഴത്തെ പീസ് കേട്ടോ, ഇതുണ്ടോ, ഏറ്റവും താഴത്തെ പീസയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഷേപ്പ് വണ്ണം കൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ സ്ലിറ്റ് വണ്ണവും നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും അടിയിലത്തെ പൈസയിൽ മാർക്ക് ചെയ്തു. പിന്നെ ഇതാ ഇതേലും കൂടെ നമ്മുടെ ഫസ്റ്റ് പീസ് ഇതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള പീസ് നമ്മൾ ഈ മടക്കി വരും. അവിടെ നമ്മൾ ഇവിടെ കഷപ്പുയുടെ അവിടെ മാർക്ക് ചെയ്തു, ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തു, പിന്നെ ഇതാ സ്ലിറ്റ് ഭാഗത്തും മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വരച്ചിടാം. അപ്പം നമുക്ക് തയ്ക്കാൻ നേരത്ത് എളുപ്പമുണ്ട്. ആ വരയെ കൂടെ നമുക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഷേപ്പും കിട്ടും. ഷേപ്പ് ഒന്നും മാറിപ്പോകത്തില്ല. രണ്ട് സൈഡിലും നമുക്ക് ഒരേപോലെ തന്നെ ഷേപ്പ് കിട്ടും. ഇങ്ങോട്ട് നമുക്ക് ടേപ്പിന് നീട്ടം കിട്ടില്ല, അല്ല സ്കെയിലിന് നീട്ടം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ടാട്ടോ താഴോട്ട് വരയ്ക്കുന്നത്. മുകളിലെ പീസ് അങ്ങ് മടക്കി ഇടുക. എന്നിട്ട് അടിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് അജരക്കിൻ്റെ തുണിയാണ് കേട്ടോ, അജരക്ക് ഡിസൈൻ ആണേ. പക്ഷേ സാധാരണ കണ്ണിൽ ഡിസൈൻ വ്യത്യാസമാണെന്നുള്ളൂ. അജരക്കിൻ്റെ മെറ്റീരിയലാട്ടോ ഇത്. നമ്മൾ സാധാരണ മെറ്റീരിയലിനെ വെച്ചിട്ട് 10 രൂപ ഈ മെറ്റീരിയലിന് കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ മേടിക്കുന്നിടത്ത് അജരക്ക് വരുന്നത് ഇപ്പം അങ്ങനെയാണ്. സാധാ തുണിയേക്കാളും 10 രൂപ കൂടുതലാണ് അജരക്കിന്. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളിലെ ഈ ബാക്ക് പീസ്, ഇത് ബാക്ക് പീസാണ്, അത് നമുക്ക് മാറ്റാം. ബാക്കിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് മാറ്റാം. ഇതിനെടുക്കുക. ബാക്ക് പീസ് നമ്മൾ മാറ്റി കഴിഞ്ഞു. ബാക്ക് പീസിൻ്റെ കട്ടിങ്ങും മാർക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ബാക്ക് പീസ് നമ്മൾ മാറ്റി. ബാക്കിനുള്ള ക്രോസും റെഡിയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യാം. കറക്റ്റ് ഒപ്പത്തിനാക്കിയിട്ട് ഇടുക. ഇനി ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട്. അതിൽ കൂടെ അങ്ങ് റൗണ്ടാക്കി കട്ട് ചെയ്താൽ മതി. അതേ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കയിലും സ്ലീവ്ലെസ്സിൽ വെക്കാനുള്ള പൈപ്പിങ്ങും കൂടെ കട്ട് ചെയ്താൽ മതി. സ്ലീവ്ലെസ്സിൻ്റെ കട്ടിങ് എളുപ്പമുള്ള പണിയാണ്. നൈറ്റിയുടെ കട്ടിങ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഏതറിയില്ലാത്തവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഇവിടെ ക്രോസ് പീസ് വെട്ടിയതിൻ്റെ ബാലൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് അതിനോട് ആവശ്യമുള്ള ക്രോസ് വെട്ടിക്കൊടുക്കാം. നമുക്ക് കുറച്ച് ക്രോസ് അധികം വേണം. ഇത് തികയത്തില്ല നമുക്ക്, കാരണം സ്ലീവ്ലെസ്സിലും നെക്കയിലും വേണം. അപ്പം നമുക്ക് കുറച്ച് ക്രോസ് കൂടെ വേണം. ഇത് നമുക്ക് ബാംഗ്ലൂർക്കുള്ളൊരു ഓർഡറാണ് കേട്ടോ. നമ്മുടെ അടുത്ത് പണ്ട് തൊട്ടേ എടുക്കുന്ന കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവർ എടുക്കാറുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ക്രോസ് വേണം. ഇത് തികയത്തില്ല, കാരണം സ്ലീവിനും വേണം നെക്കയിലും വേണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കത് തികയത്തില്ല. കുറച്ച് ക്രോസും കൂടെ വേണം.
ഇത് മതിയാവും തോന്നും. അപ്പം നമുക്ക് നമ്മുടെ എ ലൈൻ നൈറ്റി സ്ലീവ്ലെസ് ആയിട്ടുള്ള എ ലൈൻ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇത് അത്രയേ ഉള്ളൂ, സിമ്പിൾ പണിയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചേരെ കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേരെ, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കട്ടിങ്ങിന് കുറച്ച് ലെങ്തായി തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിച്ചിങ് വീഡിയോ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒത്തിരി ലോങ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ വേറെ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.